കേരള സർവകലാശാല കലോത്സവ വേദിയിൽ ഉയർന്നു കേട്ടത് കലയുടെ കേളികൊട്ടായിരുന്നില്ല, അടിയുടെ തല്ലുമാലയായിരുന്നു. ഒരിടത്ത് പ്രതിഷേധം, മറ്റൊരിടത്ത് തമ്മിൽ തല്ല്, വേറൊരിടത്ത് ഫ്യൂസൂരൽ. വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നു, അധ്യാപകർ പ്രതിഷേധിക്കുന്നു, മത്സരാർത്ഥികൾ പ്രതിഷേധിക്കുന്നു. സർവത്ര പ്രതിഷേധമയം. മത്സരങ്ങൾ നിർത്തിവെച്ചു, ഫലപ്രഖ്യാപനം നിർത്തിവെച്ചു. ആകപ്പാടെ അലങ്കോലമാണ്. സർവകലാശാല കലോത്സവത്തിന്റെ നടത്തിപ്പ് എത്രത്തോളം കുത്തഴിഞ്ഞതാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ പോകുന്നതാണ് വേദിയിൽ അരങ്ങേറിയത്. ഓരോ കുട്ടികളും ഇവിടെ നിൽക്കല്ലേ, ഞങ്ങൾക്ക് ഒരു വഴി പറഞ്ഞ പെർഫോം ചെയ്യാം, ഞങ്ങൾക്ക് മത്സരിക്കണം ചേട്ടാ. ഞങ്ങൾ പൈസ കൊടുത്തത് അതിനാ, ഞങ്ങൾക്ക് മത്സരിക്കണം. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കൊണ്ടുള്ള വിദ്യാർത്ഥികളുടെ പരിശ്രമങ്ങളാണ് നിറകണ്ണുകളോടും പ്രതിഷേധങ്ങളോടും കൂടി ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. വളരെ മോശമാണ്. ഇത്രയും കുട്ടികളുടെ വിഷമമാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഓരോ ബുദ്ധിമുട്ടിൽ നിന്നും ഓരോ കുട്ടികൾ വരികയാണ്. കലയെ സ്നേഹിച്ചുകൊണ്ട് അവർ ഒരു നേരമെങ്കിലും ഒന്ന് പെർഫോം ചെയ്യണമെന്നും പറഞ്ഞ് വരുന്ന കുട്ടികളാണ്. പക്ഷേ നിങ്ങൾ ഈ ചെയ്തത് വളരെ മോശമാണ്. നിങ്ങളുടെ മക്കൾക്കും ഇതേ ഒരു അവസ്ഥ വരുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഇത്രയും നമ്മൾ നിന്നിട്ട് പോലും ആരും നമ്മളെ വന്നൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പോലും ഇവിടെ ആരും ഇല്ലായിരുന്നു. നമ്മൾ ഇത്രയും നല്ല രീതിയിലാണ്, നമ്മൾ നല്ല എന്തുവാണ് നമുക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടുത്തെ പ്രതികരണം. പേരിന്റെ വിവാദങ്ങളോടെ ആരംഭിച്ച കലോത്സവത്തിന്റെ ആദ്യ ദിനം മുതൽ തന്നെ പരാതികളുടെ കൂമ്പാരമായിരുന്നു. ഒടുവിൽ കോഴ ആരോപണത്തിൽ 3 വിദ്യാർത്ഥികളെ അറസ്റ്റും ചെയ്തു. എന്തുകൊണ്ടാണ് അടിച്ച SFIക്കാരെ അറസ്റ്റ് ചെയ്യുന്നില്ലല്ലോ? അടിച്ച SFIക്കാരെ അറസ്റ്റ് ചെയ്യുന്നില്ല. പരാതികൾ ആവർത്തിച്ച് വന്നതോടെ കലോത്സവം നിർത്തിവെക്കാൻ വൈസ് ചാൻസലർ ഉത്തരവുമിറക്കി. ഇതോടുകൂടിയാണ് പ്രതിഷേധ നൃത്തവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത്. 3 ദിവസം കൊണ്ട് കുട്ടികൾ ആഹാരം പോലും കഴിയാൻ ഡ്രസ്സ് ഇടുക. മെനഞ്ഞാന്ന് ഡ്രസ്സ് ഇട്ടിട്ട് ഇന്നലെ രാത്രി പോയി. മൂത്രമൊഴിക്കാൻ പോലും അവർക്ക് ഒരു സൗകര്യമില്ല. ഇന്നും അതേപോലെ ചെയ്തു. 2 മാസം കൊണ്ട് ക്ലാസ്സിൽ കയറിയിട്ടില്ല ഇത് പഠിക്കാൻ വേണ്ടി. ഇവിടുത്തെ കഷ്ടപ്പെട്ട് ഇവരിവിടെ വന്നപ്പോൾ ഇതാ പരിപാടി. ഇതെന്തോ എവിടുത്തെ പരിപാടിയാ? എൻ്റെ കുഞ്ഞുങ്ങൾ ഉറങ്ങിയിട്ടില്ല. അവർ 9 പേര്, 9 അല്ല, ഈ കലോത്സവത്തിനുള്ള 13 ബാച്ചും കണ്ടുണ്ട്. അവർ മൊത്തത്തിൽ അവർ മാർഗ എന്തൊക്കെ പരിപാടികൾ, എന്തൊക്കെ അവർ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുന്നു. ഞങ്ങൾക്ക് വയ്യ. സംഘാടനത്തിലെ പിഴവ് തന്നെയാണ് എടുത്തു പറയേണ്ടത്. VCയുടെ ഉത്തരവ് ലംഘിച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തിയിട്ട് അതിൽ ഇടപെടാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിലവിൽ ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥയിൽ ഇത് നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളത് അത് സാധ്യമാവുന്ന കാര്യമല്ല. അപ്പോൾ താൽക്കാലികമായി ഇത് നിർത്തിവെക്കണമെന്ന് തന്നെയാണ് യൂണിയൻ്റെയും നിലപാട്. സംഘാടകത്തിൽ യാതൊരുവിധ പിഴവും ഉണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ നന്നായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നന്നായി ഷെഡ്യൂളെല്ലാം തന്നെ അത്രയും റീഅറേഞ്ച് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ തുടക്ക ദിവസം മുതലേ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നും ഇതെങ്ങനെയെങ്കിലും തകർക്കണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. മത്സരം കാണാനുണ്ടായിരുന്നതിനേക്കാൾ ആളുകൾ പ്രതിഷേധ നൃത്തം കാണാനുണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അമ്പിളി അരവിന്ദന്റെ പേരിലുള്ള കലാകിരീടം ഇത്തവണ ആരുടെയും കൈകളിലെത്താതെ ഇവിടെ തന്നെ അവശേഷിക്കും. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.